പാലാ TB റോഡിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായിരുന്ന ആൽമരത്തിന്റെ ഉണങ്ങിയ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തിന്റെ നേതൃത്വത്തിലാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചത്. പാലാ TB റോഡിൽ മിൽക്ക് ബാറിന് സമീപത്തായിരുന്ന അപകട ഭീഷണി ഉയർത്തിയ ആൽമരം നിന്നിരുന്നത്. ഉണങ്ങി തുടങ്ങിയതോടെ ആലിന്റെ ചെറുശിഖരങ്ങൾ റോഡിലേക്ക് ഒടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിൽ ആൽമരത്തിന്റെ വലിയൊരു ശിഖരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിൽ തട്ടി നിന്നു. ആലിന്റെ മുകൾ ഭാഗത്തെ ശിഖരങ്ങൾ പൂർണ്ണമായും ഉണങ്ങി നിൽക്കുന്നത് i4 ന്യൂസ് വാർത്തയാക്കിയിരുന്നു. ഇടിമിന്നലേറ്റ മരത്തിന്റെ ശിഖരങ്ങൾ ഭാഗികമായി ഉണങ്ങിയിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിരുന്ന ഉണങ്ങിയ ശിഖരങ്ങൾ നഗരസഭ ഇടപെട്ട് മുറിച്ചു മാറ്റുകയാണെന്ന് ചെയർമാൻ ഷാജു വി തുരുത്തൻ പറഞ്ഞു. പാലാ ടൗണിന്റെ ഹൃദയഭാഗത്ത് TB റോഡിൽ നിന്നിരുന്ന ഒരു വലിയ ആൽമരം ഇടിവെട്ടേറ്റ് കമ്പുകളുണങ്ങി നമ്മുടെ ഇലക്ട്രിസിറ്റി വക പോസ്റ്റുകളിലോട്ടും കമ്പിയിലോട്ടും ഒക്കെ ചാഞ്ഞു കിടക്കുകയാണ്. നിരവധി തവണ പലരും ബന്ധപ്പെട്ടിട്ടും അത് കുറച്ച് മാറ്റം നീക്കം നടത്തില്ല. അവസാനം നഗരസഭ ഇടപെട്ട് അവിടുത്തെ വ്യാപാരികളും കൂടി സഹകരിച്ച് ഇതിൽ നിന്ന് വെട്ടിമാറ്റിയാണ്. അതിന് എല്ലാ നാട്ടുകാരും എല്ലാവരും അതിനകത്ത് പ്രത്യേകിച്ച് സഹകരിക്കുന്നുണ്ട്. ഏതാനും മണിക്കൂർ നേരത്തേക്ക് വൈദ്യുതി പ്രവാഹം ഇല്ല എന്നുള്ള മാത്രം ഇതിനകത്ത് ബാക്കി മുഴുവൻ അത്യാവശ്യ ശിഖരങ്ങളെല്ലാം വെട്ടിമാറ്റുന്നതാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കാൽഭാഗം തീർന്നു. ഈ ബാക്കിയുള്ള ഭാഗം കൂടെ വെട്ടിമാറ്റുന്നതിനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഫയർഫോഴ്സും KSEBയും നഗരസഭയും ചേർന്ന് വേണ്ട മുൻകരുതലുകൾ ഒരുക്കിയതിനു ശേഷമാണ് ശിഖരങ്ങൾ വെട്ടി നീക്കിയത്. അപകട ഭീഷണിയിലായ ശിഖരങ്ങൾ വെട്ടിയതോടെ സമീപത്തുള്ള കെട്ടിടങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും വാഹന കാൽനട യാത്രക്കാർക്കുമുള്ള അപകട ഭീഷണിയും ഒഴിവായി. ആൽമരത്തിന്റെ ചുവട്ടിൽ നിരവധി ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുണ്ട്. i4 ന്യൂസ് പാലാ.